Students, first semester BSc Mathematics, Logic in the aditha part namakku nokam. Rules of inferences. An argument in propositional logic is a sequence of proposition, but all the final proposition in the argument are called premises, and the final proposition is called conclusion. അതായത് നമുക്ക് കുറേ ഇങ്ങനെ പ്രപ്പോസിഷൻ തന്നു കഴിഞ്ഞ് അതിലെ അവസാനത്തെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും നമ്മൾ പ്രൊമൈസ് എന്നും അവസാനത്തേനെ കൺക്ലൂഷൻ എന്ന് പറയും. An argument is valid if the truth of all its premises implies that the conclusion is true. അതായത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, കുറേ പ്രപ്പോസിഷൻ്റെ സീക്വൻസ് ആണ്. അതിലെ അവസാനത്തേനെ കൺക്ലൂഷനും ബാക്കിയുള്ളതിനെ എല്ലാം പ്രൊമൈസസ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു ആർഗ്യുമെൻ്റ് വാലിഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇഫ് ദ ട്രൂത്ത് ഓഫ് ഓൾ ഇറ്റ്സ് പ്രൊമൈസസ് ഇംപ്ലൈസ് ദാറ്റ് ദ കൺക്ലൂഷൻ ഈസ് ട്രൂ. An argument form in propositional logic is a sequence of compound propositions involving propositional variables. An argument form is valid if no matter which particular propositions are substituted for the propositional variable in its premises, the conclusion is true if the premises are all true. Note: the argument form with the premises P1, P2, etc. Pn and the conclusion Q is valid when P1 and P2 and etc. and Pn implies Q is a tautology. അതായത് നമുക്ക് കുറേ ആർഗ്യുമെൻറ്റിനകത്ത് P1, P2, P3 എക്സെട്ര Pn ലാസ്റ്റ് Q, അതിലെ P1, P2 എക്സെട്ര Pn ആർഗ്യുമെൻ്റ് ലാസ്റ്റ് ആയ Q കൺക്ലൂഷനാണ്. ഇനി ആ ആർഗ്യുമെൻ്റ് ഫോമിലെ പ്രൊമൈസസ് ഇല്ലേ, P1, P2 എക്സെട്ര Pn, അതെല്ലാം കൂടെ ആൻഡ് എടുത്തു. അതിൻ്റെയും നമ്മുടെ Q കൺക്ലൂഷൻ്റെയും സെയിം ട്രൂത്ത് ടേബിൾ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ദിസ് implies Q is a tautology. Example നോക്കി. Consider the following argument. H1. If a man is a bachelor, he is unhappy. H2. If a man is unhappy, he dies younger. അപ്പോൾ C എന്താ? Bachelors die young. അപ്പോൾ ഇവിടെ H1ഉം H2ഉം രണ്ട് premises ആണ്. അപ്പോൾ let P denote the proposition first, Q denote the second proposition and R denote the third proposition. അപ്പോൾ എന്താ, the man is a bachelor, ഇത് നോക്കിയിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുവാണ്. Man is a bachelor P, man is unhappy Q, man dies younger R. അപ്പോൾ ഇത് നോക്കിയിട്ട് എന്തോ P implies Q, ഇവിടെ എന്തോ Q implies R. കൺക്ലൂഷൻ എന്തോ P implies R അല്ലേ കിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ നോക്കുക. P, Q, R വരച്ചു. P implies Q, Q implies R, എന്നിട്ട് P implies Q and Q implies R, അതിൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. ഇനി P implies Rൻ്റെ ട്രൂത്ത് ടേബിൾ വരച്ചു. ഇവിടെ നോക്കി, രണ്ടിനും സെയിം ട്രൂത്ത് ടേബിൾ അല്ലേ? സെയിം ട്രൂത്ത് ടേബിൾ എന്നല്ല ഉദ്ദേശിച്ച ടോട്ടോളജി എന്ന് വെച്ചാൽ ദിസ് ഇംപ്ലൈസ് ദിസ്. അപ്പം P implies P ടോട്ടോളജിയാണ്. എഫ് ടി അത് ട്രൂ ആയിരിക്കുമല്ലോ, ടോട്ടോളജി ആയിരിക്കുമല്ലോ. F implies F, T implies T, F implies T, T implies T, T implies T. കണ്ടോ നോക്കി, ഇതെല്ലാം ടോട്ടോളജി അല്ലേ? കാരണം ഈഫ് അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അപ്പോൾ ഇഫിൻ്റെ കേസിൽ എപ്പോഴാണ് ഫോൾസ് വരാൻ സാധ്യത കൂടുതൽ? ട്രൂ ഇംപ്ലൈസ് ഫോൾസ്. ആദ്യത്തത് ട്രൂവും രണ്ടാമത്തത് ഫോൾസ് ആകുമ്പോഴാണ് ഫോൾസ് വരുന്നത്. ബാക്കി എല്ലായിടത്തും ട്രൂ അല്ലേ? അതായത് ട്രൂ ആണെങ്കിൽ ട്രൂ, അത് ഫൈനൽ റിസൾട്ട് ട്രൂ. ഫോൾസ് ആണെങ്കിൽ ട്രൂ, അതും എന്താ ട്രൂ ആ കിട്ടുന്നത്. ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, അതും എന്താ ട്രൂ ആ കിട്ടുന്നത്. പക്ഷേ ട്രൂ ആണെങ്കിൽ ഫോൾസ് വരുന്നത് ഫോൾസ് ആവും. ഇവിടെ എല്ലാം എന്താ, എല്ലാം ട്രൂ കിട്ടുന്നതല്ലേ? ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു നോക്കണം, സെയിം ട്രൂത്ത് ടേബിൾ കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു സെയിം ട്രൂത്ത് ടേബിൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇത് ഇംപ്ലൈസ് ഇത് ഒരു ടോട്ടോളജി കിട്ടണം. അടുത്ത, ഡിറ്റർമിൻ ദ വാലിഡിറ്റി ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. ഇഫ് 7 is less than 4, then 7 is not a prime number. 7 is not less than 4. അപ്പോൾ കൺക്ലൂഷനായിട്ട് 7 is a prime number. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് P Q എഴുതി. ഓക്കെ, ഗിവൺ ആർഗ്യുമെൻറ്റ് P implies negation Q,
നെഗേഷൻ പി. അപ്പം ഫൈനൽ റിസൾട്ട് എന്തോ ക്യൂ. അപ്പം നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ചപ്പോൾ നോക്കി എഫ് ഇംപ്ലൈസ് എഫ്, ടി ഇംപ്ലൈസ് എഫ്. കണ്ടോ, ടി ഇംപ്ലൈസ് എഫ്. അത് ഫോൾസ് അല്ലേ കിട്ടുന്നത്. അപ്പം ടോട്ടോളജി അല്ല, അതുകൊണ്ട് ഇൻവാലിഡ് അല്ല. ഇൻവാലിഡ് അല്ലെങ്കിൽ ഫാലസി എന്ന് പറയും. ഇനി കുറേ റൂൾസ് ഓഫ് ഇൻഫറൻസസ് ഉണ്ട്, അത് കാണാൻ പഠിക്കണം. മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ് എന്ന് പറയും. അപ്പം മോഡസ് പോണൻസ് ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. അത് ഓരോന്നിൻ്റെ എഴുതി പഠിക്കണേ, ഒരു കുറേ പ്രാവശ്യം എഴുതി പഠിക്കണേ, എഴുതി പഠിക്കണം. പി ഇംപ്ലൈസ് ക്യൂ, അപ്പോൾ ക്യൂ. മോഡസ് ടോളൻസ് ആകുമ്പോൾ നെഗേഷൻ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, റിസൾട്ട് നെഗേഷൻ പി. ഹൈപ്പോത്തറ്റിക് സിലോജിസം, പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇംപ്ലൈസ് ആർ, ദെൻ പി ഇംപ്ലൈസ് ആർ. ഇതാണ് നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ. ഡിസ്റ്റൻസീവ് സിൽഗോത്സം, പി ഓർ ക്യൂ നെഗേഷൻ പി, എന്തോ കിട്ടും ക്യൂ. അഡീഷൻ, പി ഓർ ക്യൂ. സിംപ്ലിഫിക്കേഷൻ, പി ആൻഡ് ക്യൂ പി. കൺജൻഷൻ, പിയും ക്യൂവും തന്നു കഴിഞ്ഞാൽ പി ആൻഡ് ക്യൂ. ഓക്കെ, കൺജൻഷൻ എന്ന് വെച്ചാൽ ആൻഡ് അല്ലേ, അപ്പോൾ പിയും ക്യൂവും തന്ന് അങ്ങനെ കുറേ ഉണ്ടേ. അടുത്തത് റെസൊല്യൂഷൻ, പി ഓർ ക്യൂ നെഗേഷൻ പി ഓർ ആർ, ഫൈനൽ റിസൾട്ട് ക്യൂ ഓർ ആർ. അപ്പോൾ ഇങ്ങനെ 8 ഉണ്ട്. ആ 8 പേരെഴുതി ആ ഇക്വേഷൻ എഴുതി അത് പഠിക്കണം, എന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ. എല്ലാ ദിവസവും എഴുതി പഠിച്ചാൽ മാത്രമേ ശരിയാകത്തുള്ളൂ, അല്ലെങ്കിൽ അത് മറന്നു പോകും. ഇത് പരീക്ഷയ്ക്ക് എ പാർട്ടിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്. ഇഫ് ഇറ്റ് സ്നോസ് ടുഡേ ദ യൂണിവേഴ്സിറ്റി വിൽ ക്ലോസ്. ദ യൂണിവേഴ്സിറ്റി ഈസ് നോട്ട് ക്ലോസ് ടുഡേ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇറ്റ് ഡസ് നോട്ട് സ്നോ ടുഡേ. അപ്പോൾ ഈ തന്നേക്കുന്നതനുസരിച്ച് പ്രപ്പോസിഷൻസ് എഴുതുക. ഇറ്റ് സ്നോസ് ടുഡേ പി, യൂണിവേഴ്സിറ്റി വിൽ ക്ലോസ് ക്യൂ. അപ്പോൾ ആർഗ്യുമെൻ്റ് എന്ത് തന്നതനുസരിച്ച് പി ഇംപ്ലൈസ് ക്യൂ, നെഗേഷൻ ക്യൂ, നെഗേഷൻ പി. അപ്പം നോക്കിയേ, ഇത് ഏതാണ്? മോഡസ് ടോളൻസ് ആണ്, അതുകൊണ്ട് ആർഗ്യുമെൻറ്റ് വാലിഡ് ആണ്. അപ്പോൾ ഈ പഠിച്ച 8 വെച്ച് നമ്മൾ നോക്കും. അടുത്ത എക്സാമ്പിൾ, 7 ഈസ് ലെസ് ദാൻ 4 ഓർ 7 ഈസ് എ പ്രൈം നമ്പർ. 7 ഈസ് നോട്ട് ലെസ് ദാൻ 4. കൺക്ലൂഷൻ എന്താ? 7 ഈസ് എ പ്രൈം. ഇപ്പോൾ പി എഴുതി, ക്യൂ എഴുതി, ആർഗ്യുമെൻ്റ് ഇങ്ങനെ എഴുതി. അപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം ഡിസ്റ്റൻസീവ് സിൽഗോത്സം, അതുകൊണ്ട് അത് വാലിഡ് ആണ്. അങ്ങനെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ നോക്കിയേ, ഇങ്ങനെ കിട്ടുന്നു, അത് റെസൊല്യൂഷനാണ്, അതുകൊണ്ട് വാലിഡ്. അപ്പം യൂസ് റൂൾസ് ഓഫ് ഇൻഫറൻസ് ടു ഷോ ദാറ്റ് ഹൈപ്പോത്തസിസ് Ravi works hard. If Ravi works hard, then he is a dull boy. And if Ravi is a dull boy, he will not get a job. Imply the conclusion Ravi will not get the job. അപ്പം നമുക്ക് തന്നേക്കുന്ന ഇതനുസരിച്ച് ഇങ്ങനെ ആർഗ്യുമെൻ്റ് എഴുതി. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുവാണേ. അപ്പോൾ ആദ്യത്തെ പി, അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അടുത്ത പി ഇംപ്ലൈസ് ക്യൂ, അതും ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഈ 2 വെച്ച് പിയും പി ഇംപ്ലൈസ് ക്യൂവും വെച്ച് എന്നാ പറയാം? ക്യൂ ആന്ന് പറയാം, മോഡസ് പോണൻസ് ഉപയോഗിച്ച്. അപ്പം 1നും 2നും മോഡസ് പോണൻസ് ഉപയോഗിക്കുമ്പോൾ ഇത് ക്യൂ എന്ന് കിട്ടി. അപ്പോൾ ആ 8 പഠിച്ചാൽ മാത്രമേ ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ സാധനം കിട്ടിയേ. ഇനി അടുത്ത ഹൈപ്പോത്തിസിസ് എഴുതി, ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ആർ, അത് ഹൈപ്പോത്തിസിസ് ആണ്. ഇനി ഇത് 2 വെക്കുക, ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ആറും ഉപയോഗിച്ച് മോഡസ് പോണൻസ് വെക്കുമ്പോൾ നെഗേഷൻ ആർന്ന് കിട്ടും. അപ്പം നമ്മുടെ നെഗേഷൻ ആർന്ന് കൺക്ലൂഷൻ കിട്ടിയേ. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് നോട്ട് സണ്ണി ദിസ് ആഫ്റ്റർനൂൺ ആൻഡ് ഇറ്റ് ഈസ് കോൾഡർ ദാൻ യെസ്റ്റർഡേ. വി വിൽ ഗോ സ്വിമ്മിങ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് സണ്ണി. ഇഫ് വി ഡു നോട്ട് ഗോ ടു സ്വിമ്മിങ് ദെൻ വി വിൽ ടേക്ക് എ ട്രിപ്പ്. ഇഫ് വി ടേക്ക് എ ട്രിപ്പ് ദെൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ്. ലെഡ് ടു ദ കൺക്ലൂഷൻ വി വിൽ ബി ഹോം ബൈ സൺസെറ്റ്. അപ്പോൾ ഈ തന്നേക്കുന്നതനുസരിച്ച് പി ക്യു ആർ എസ് എഴുതി, ആർ എസ് ടി 5 പ്രൊപ്പോസിഷൻ ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഹൈപ്പോത്തിസിസ് കൺക്ലൂഷൻ എഴുതി. ഇനി നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ അതെഴുതി, അത് ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഉപയോഗിച്ച് നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂവിന് നെഗേഷൻ പി എഴുതി. അതായത് ഇക്വേഷൻ 1നെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ, സിംപ്ലിഫിക്കേഷൻ അപ്ലൈ ചെയ്തപ്പോൾ. ഇനി ആർ ഇംപ്ലൈസ് ക്യൂ, രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് എഴുതി. ഇനി
നമ്മുടെ 2ഉം 3യും കൂടെ മോഡസ് ടോളൻസ് ഉപയോഗിക്കുമ്പോൾ നെഗേഷൻ ആർ എന്ന് കിട്ടും. ഇനി അടുത്ത സെൻറ്റൻസ് നെഗേഷൻ ആർ ഇംപ്ലൈസ് എസ്, അതാണ് അടുത്ത ഹൈപ്പോത്തിസിസ്, അത് എഴുതി. അപ്പോൾ ഇത് രണ്ടും കൂടെ മോഡസ് പോണൻസ് ഉപയോഗിക്കുമ്പോൾ എസ് കിട്ടി. ഇനി അടുത്ത ഹൈപ്പോത്തിസിസ് എസ് ഇംപ്ലൈസ് ടി എഴുതി. അപ്പോൾ ഇത് രണ്ടും കൂടെ മോഡസ് പോണൻസ് ഉപയോഗിക്കുമ്പോൾ ടി എന്ന് കിട്ടി. അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് ടി അല്ലേ കൺക്ലൂഷൻ കിട്ടണ്ടേ, അപ്പം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൃത്തിക്ക് പഠിക്കണം, നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇത് ഓരോ സ്റ്റെപ്പ് എഴുതാൻ പറ്റത്തുള്ളൂ. ആ 8 ശരിക്കും എഴുതി പഠിക്കണം. ഇവിടെ കണ്ട ഓരോ സ്റ്റെപ്പ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യന് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അതിനെ ഇങ്ങനെ PQRS 4 സെൻറ്റൻസ് ആയിട്ട് എഴുതി, എന്നിട്ട് ആർഗ്യുമെൻ്റ് എഴുതി. ഓക്കെ, അപ്പോൾ അടുത്ത P implies Q കിട്ടി, ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മൾ ഇത് പഠിച്ച അല്ലാത്തത് ഉപയോഗിക്കാം. അപ്പോൾ P implies Q. അപ്പോൾ അടുത്ത എന്താ, നെഗേഷൻ P വരുന്ന കാര്യമല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എടുത്തു. അപ്പോൾ നെഗേഷൻ Q implies നെഗേഷൻ P, കോൺട്രാ പോസിറ്റീവ് ഓഫ് ഇക്വേഷൻ 1. ഇനി രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് എഴുതി, നെഗേഷൻ P implies R. ഇനി നമ്മുടെ 2ഉം 3യും കൂടെ ഹൈപ്പോത്തിസിസ് സിലോജിസം ചേരുമ്പോൾ എന്ത് കിട്ടും, നെഗേഷൻ Q implies R എന്ന് കിട്ടി. ഇനി അടുത്ത ഹൈപ്പോത്തിസിസ് എഴുതി R implies S. അപ്പം ഇത് രണ്ടും കൂടെ ഹൈപ്പോത്തറ്റിക് സിലോജിസം വെക്കുമ്പോൾ നെഗേഷൻ Q implies S എന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് വേണ്ടത്. ഇനി നമ്മുടെ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹാവ് ബീൻ ഡെവലപ്ഡ് ടു ഓട്ടോമേറ്റ് ദ ടാസ്ക് ഓഫ് റീസണിങ് ആൻഡ് പ്രൂവിങ് തിയറംസ്. മെനി ഓഫ് ദീസ് പ്രോഗ്രാംസ് മേക്ക് യൂസ് ഓഫ് എ റൂൾ ഓഫ് ഇൻഫറൻസ് കോൾഡ് റെസൊല്യൂഷൻ. നമ്മൾ ലാസ്റ്റ് 8ാമത് പഠിച്ചതിലെ റെസൊല്യൂഷൻ, അത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. This rule of inference is based on the tautology P or Q and negation P or R implies Q or R. അപ്പോൾ ഈ റെസൊല്യൂഷൻ റൂളിൻ്റെ ലാസ്റ്റ്, അതായത് ഈ കൺക്ലൂഷനിലെ Q or R, ആ Q or Rനെ നമ്മൾ റിസോൾവൻ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചോണേ. Q ഈക്വൽ ടു R ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ, നമ്മുടെ സെൻറ്റൻസ് ഇങ്ങനെ. ഓക്കെ, യൂസ് റെസൊല്യൂഷൻ ടു ഷോ ദാറ്റ് ജാസ്മിൻ ഈസ് സ്കൈയിങ് ഓർ ഇറ്റ് ഈസ് സ്നോയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി ഇംപ്ലൈസ് ദാറ്റ് ജാസ്മിൻ ഈസ് സ്കൈയിങ് ഓർ ബാർട്ട് ഈസ് പ്ലേയിങ് ഹോക്കി. അപ്പോൾ ഈ തന്നേക്കുന്ന ഇതനുസരിച്ച് സെൻറ്റൻസ് പ്രപ്പോസിഷൻ PQR എഴുതി. അപ്പോൾ ആർഗ്യുമെൻ്റ് അനുസരിച്ച് P or negation Q or R implies P or R. അപ്പോൾ ഇതെന്താ, റെസൊല്യൂഷൻ റൂൾ അല്ലേ. ഇപ്പോൾ റെസൊല്യൂഷൻ റൂൾ ആയതുകൊണ്ട് ഇത് ശരിയാണ്. ഫാലസീസ്. ഇഫ് ദ ആർഗ്യുമെൻ്റ് ഈസ് നോട്ട് വാലിഡ് ഇറ്റ് ഈസ് കോൾഡ് ഫാലസി. ഒരു ആർഗ്യുമെൻ്റ് വാലിഡ് അല്ല എങ്കിൽ അതിനെ ഫാലസി എന്ന് വിളിക്കുന്നു. ഇനി ഫാലസി 2 ടൈപ്പ് ഉണ്ട്. ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ ആൻഡ് ഫാലസി ഓഫ് ഡിനൈയിങ് ദ ഹൈപ്പോത്തിസിസ്. 2 ഉണ്ട്. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി പഠിക്കണം. ദ പ്രൊപ്പോസിഷൻ P implies Q and Q implies P is not a tautology because it is false when P is false and Q is true. P falseും Q true ആകുമ്പോൾ എന്തോ, P implies Q false ആവും. false and true എന്താ, false. അപ്പം false ഇതെന്താ, പിയും ഫോൾസ് ആണ്. അപ്പോൾ നോക്കി, P implies Q, അതായത് ഫോൾസ് മുമ്പേ പറഞ്ഞ് തെറ്റിപ്പോയി. ഫോൾസ് ഇംപ്ലൈസ് ട്രൂ, അതെന്തോ ട്രൂ ആണ്. ഓക്കെ, ഫോൾസ് ഇംപ്ലൈസ് ട്രൂ, അത് ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ എന്താ, ട്രൂ. ഇപ്പം നോക്കി, ട്രൂ ഇംപ്ലൈസ് ഫോൾസ്, അതെന്തോ ടോട്ടോളജി അല്ലല്ലോ, മുമ്പേ പറഞ്ഞ് തെറ്റിപ്പോയി, ഒന്നുകൂടെ മനസ്സിലാക്കണം. P ഫോൾസും Q ട്രൂ ആവുമ്പോൾ എന്താ, ഫോൾസ് ഇംപ്ലൈസ് ട്രൂ, അത് ഫോൾസ് ഇംപ്ലൈസ് ട്രൂ, അത് ട്രൂ ആണ്. ഇനി Q ട്രൂ അല്ലേ, അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ എന്തോ കിട്ടണ്ടേ, ട്രൂവ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഇത്രയും ട്രൂ ആണെന്ന് പറയാം. P എന്താ, ഫോൾസ് ആണ്. അപ്പോൾ ട്രൂ ഇംപ്ലൈസ് ഫോൾസ്, അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തുവാ, ഫോൾസ്. അത് ടോട്ടോളജി അല്ല. However, there are many incorrect arguments that treat this as a tautology. In other words, they treat the argument with premises P implies Q and Q and the conclusion is P.
as a valid argument from which it is not. This type of incorrect reasoning is called fallacy of affirming the conclusion. അപ്പോൾ അത് മനസ്സിലാക്കണം. മെയിനായിട്ട് ഈ ഇക്വേഷൻ പഠിക്കണം. ഇനി fallacy of denying the hypothesis. The proposition P implies Q and negation P implies negation Q. ഇപ്പോൾ രണ്ടിൻ്റെ ഇതിൻ്റെ ഇത് പഠിക്കണം. ഡിനൈയിങ് ദ ഹൈപ്പോത്തിസിസ് ആകുമ്പോൾ ഇത് പഠിക്കണം. ഇതും നമ്മൾ പറഞ്ഞതിൻ്റെ വിട്ട് നോട്ട് എ ടോട്ടോളജി വെൻ P is false and Q is true. P ഫോൾസും Q ട്രൂ ആകുമ്പോൾ ടോട്ടോളജി അല്ലാതാവും. ഇനി നമ്മുടെ റൂൾസ് ഓഫ് ഇൻഫറൻസ് ഫോർ ക്വാണ്ടിഫൈഡ് സ്റ്റേറ്റ്മെൻറ്റ്: യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റിയേഷൻ, യൂണിവേഴ്സൽ ജനറലൈസേഷൻ, എക്സിസ്റ്റൻഷ്യൽ ഇൻസ്റ്റൻറ്റിയേഷൻ, എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ, അങ്ങനെ 4 ഉണ്ട്. അതായത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ഒരു പർട്ടിക്കുലർ കേസ്, ജനറൽ കേസ്. ഇൻസ്റ്റൻറ്റേനിയസ് ക്വാണ്ടിഫയർ അതായത് ദെയർ എക്സിസ്റ്റൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കേസിലും ജനറൽ കേസിലും. നോക്കിയ യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റിയേഷൻ: it is the rule of inference used to conclude that P of C is true where C is a particular member of the domain given the premise for all x Px. അതായത് ഫോർ ഓൾ എക്സ് പി എക്സിനകത്തെ ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് പി ഓഫ് സി, അതാണ് പറഞ്ഞത്. യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റിയേഷൻ ഈസ് യൂസ്ഡ് വെൻ വി കൺക്ലൂഡ് ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ വിമൻ ആർ വൈസ് ദാറ്റ് റീന ഈസ് വൈസ്. എല്ലാ വുമനും വൈസാണ്, അതുകൊണ്ട് ഒരു പെൺകുട്ടിയായ റീനയും വൈസാണ്. ഓക്കെ. യൂണിവേഴ്സൽ ജനറലൈസേഷൻ: ഇറ്റ് ഈസ് എ റൂൾ ഓഫ് ഇൻഫറൻസ് ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ഓൾ എക്സ് പി എക്സ് ഈസ് ട്രൂ ഗിവൺ ദ പ്രിമൈസ് ദാറ്റ് പി ഓഫ് സി ഈസ് ട്രൂ ഫോർ ഓൾ എലമെൻറ്റ് സി ഇൻ ദ ഡൊമൈൻ. അതായത് ഡൊമൈനകത്തെ എല്ലാ പി ഓഫ് സികളും ട്രൂ ആണെങ്കിൽ നമ്മളിങ്ങനെ പറയത്തില്ലേ ഓൾ എക്സ് പി എക്സ് ട്രൂ ആണെന്ന്. ഓക്കെ. അടുത്ത എക്സിസ്റ്റൻഷ്യൽ ഇൻസ്റ്റൻറ്റിയേഷൻ: ഇറ്റ് ഈസ് ദ റൂൾ ദാറ്റ് അലോസ് അസ് ടു കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് ആൻ എലമെൻറ്റ് സി ഇൻ ദ ഡൊമൈൻ ഫോർ വിച്ച് പി ഓഫ് സി ഈസ് ട്രൂ ഇഫ് വി നോ ദാറ്റ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. ഇപ്പോൾ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് അറിഞ്ഞാൽ അതിനകത്തെ ഒരു എലമെൻറ്റ് പി ഓഫ് സി ട്രൂ ആയിരിക്കും. അടുത്ത എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റൂൾ ദാറ്റ് ഈസ് യൂസ് ടു കൺക്ലൂഡ് ദാറ്റ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ വെൻ എ പർട്ടിക്കുലർ എലമെൻറ്റ് സി വിത്ത് പി ഓഫ് സി ഈസ് ട്രൂ. അതായത് നമ്മൾ റൂൾ ഓഫ് ഇൻഫറൻസ് വെച്ച് ഇങ്ങനെ പറയാം: ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെങ്കിൽ ഒരു പി ഓഫ് സി ട്രൂ ആയിരിക്കും. അതാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേനിയസ്. അതായത് മൊത്തത്തിൽ നിന്ന് ഒരാളെ പറയുന്നു. ഇനി അടുത്ത യൂണിവേഴ്സൽ ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ആർബിട്രറി സി എടുത്തിട്ട് പി ഓഫ് സി ട്രൂ ആണെന്ന് കാണിച്ചാൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ ആണെന്ന് പറയാം. എക്സിസ്റ്റൻഷ്യൽ ഇൻസ്റ്റൻറ്റേഷൻ എന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സിക്ക് പി ഓഫ് സി ട്രൂ ആണെന്ന് പറയാം. അടുത്ത എക്സിസ്റ്റൻഷ്യൽ ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു പി ഓഫ് സി ട്രൂ ആണെന്ന് കിട്ടിയാൽ ദർ എക്സിസ്റ്റൻസ് പി ഓഫ് എക്സ് ട്രൂ ആണ്. ഷോ ദാറ്റ് ദ പ്രിമൈസസ് എവരിവൺ ഇൻ ദ discrete mathematics class has taken a course in computer science and Marla is a student in this class imply the conclusion Marla has taken the course computer science. ഇപ്പം നമ്മൾ എങ്ങനെ എടുത്തേ? ഡി ഓഫ് എക്സ് ഈസ് ഇൻ ദ ഡിസ്ക്രീറ്റ് ക്ലാസ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലാണെന്ന് എടുത്തു. അതാണ് ഡി ഓഫ് എക്സ്. എക്സ് ടേക്കൺ കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് സി ഓഫ് എക്സ്. അപ്പം നമുക്ക് തന്നേക്കുന്ന സെൻറ്റൻസ് വെച്ച് എഴുതുക. എന്തോ ഫോർ ഓൾ എക്സ് ഡി ഓഫ് എക്സ് ഇംപ്ലൈസ് സി ഓഫ് എക്സ്. ഇനി മറിയയുടെ കേസ്, മറിയയുടെ കേസിൽ എന്തുവാ? ഡി മറിയ, കൺക്ലൂഷൻ ഈസ് സി മറിയ. അപ്പോൾ ആ സ്റ്റെപ്പായിട്ട് എഴുതിയേക്കുന്നത് നോക്കിയേ. ഫോർ ഓൾ എക്സ് ഡി ഓഫ് എക്സ് ഇംപ്ലൈസ് സി ഓഫ് എക്സ്, അതൊരു പ്രിമൈസ് ആണ്. അപ്പോൾ ഇൻ പർട്ടിക്കുലർ മറിയയുടെ കേസ് എടുക്കുമ്പോൾ അത് ശരിയാവും യൂണിവേഴ്സൽ ഇൻസ്റ്റൻറ്റേഷൻ വെച്ച്. ഇനി നമ്മുടെ പ്രിമൈസ് അനുസരിച്ച് ഡി മറിയ എന്ന് പറയാം പ്രിമൈസ്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയാം? ഇത് രണ്ടുകൂടെ മോഡസ് പോണൻസ് ഉപയോഗിക്കുമ്പോൾ സി മറിയ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. യൂണിവേഴ്സൽ മോഡസ് പോണൻസ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് പി ഓഫ് എ. അപ്പോൾ അതിൽ നിന്ന് റിസൾട്ടായിട്ട് എന്താ പറയാം? ക്യൂ ഓഫ് എ എന്ന് പറയാം. അപ്പോൾ എ എന്ന് പറയുന്നത് പർട്ടിക്കുലർ എലമെൻ്റ് ആണ്. ഇനി യൂണിവേഴ്സൽ മോഡസ് ടോളൻസ് നമ്മൾ മുമ്പേ പഠിച്ച ഇക്വേഷൻ പഠിക്കുക, അത് കമ്പയർ ചെയ്ത് പഠിക്കണം. യൂണിവേഴ്സൽ മോഡസ് ടോളൻസ് എന്ന് വെച്ചാൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. അതിൽ നിന്ന് ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ ഓഫ് എ, അതിൽ നിന്ന് എന്താ പറയാം? നെഗേഷൻ ക്യൂ ഓഫ് എ എന്ന് പറയാം.
അപ്പോൾ ആദ്യം ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഈസ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് വാലിഡ്? ഇഫ് യു ഡു എവറി പ്രോബ്ലം ഇൻ ദിസ് ബുക്ക് then you will learn discrete mathematics. You learn discrete mathematics, therefore you did every problem in this book. അപ്പോൾ ഈ തന്നേക്കുന്നതനുസരിച്ച് പി ക്യൂ എഴുതി. പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ, അതിൽ നിന്ന് റിസൾട്ട് പി എന്ന് പറയാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻകറക്റ്റ് ആർഗ്യുമെൻറ്റ് യൂസിങ് ദ ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ. ഫാലസി ഓഫ് അഫേമിങ് ദ കൺക്ലൂഷൻ പഠിച്ചില്ലേ? ആ ഇക്വേഷൻ വെച്ച് നമുക്കിത് പറയാം ആർഗ്യുമെൻറ്റ് ഇൻവാലിഡ് ആണ്. അതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണം.